ഈ രോഹിതിനെ കാണുമ്പോൾ എനിക്ക് വയലൻ്റാണ്. അപ്പൊ അങ്ങേക്ക് മാനസിക രോഗം വന്ന പുരുഷസൂക്തം തെറ്റായി ചൊല്ലാൻ പറ്റുമോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ അറിയുന്നതിലുപരി നിങ്ങൾ ചിലപ്പോൾ നല്ല ആളായിരിക്കും, ചിലപ്പോൾ ഭയങ്കര മോശപ്പെട്ട ആളായിരിക്കും. ഇതൊന്നും അല്ല അവിടെ. എൻ്റെ ഉള്ളിലെ ധാരണ മാറിയാൽ ഇത് മാറും. എതുക്കടാ இந்த மாதிரிയെല്ലാം പേച്ചേ, നീ വീട്ടിൽ വന്ന ഫാഷൻ TV ഫുള്ളാ കണ്ടിട്ട് പക്ക ഇയാളുടെയൊക്കെ ചോദിക്കാണ്. പിന്നെ ചോദിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യം പറയാം. കുന്ത്രം മന്ത്രം ഒന്നും അറിയില്ലടാ. ഇവിടെ ഈ സണ്ണി ഇല്ലെങ്കിലും ആ തിലകനെ വിളിച്ച് പൂജ കഴിച്ചാൽ അത് മാറും. എൻ്റെ ഒരു സംശയം, ഒരു സാധാരണക്കാരൻ്റെ സംശയമാണ്. ഈ ഗർഭപാത്രത്തിൽ പിറക്കുന്ന ഈ ഗർഭസ്ഥ ശിശു 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴാണ് ഈ അബോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഇവർ പോകുന്നത്. ഒരുപാടായി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് അവിടെ ഒരു ജീവൻ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഇത്ര വലിയ ബാധയായൊക്കെ എങ്ങനെയാണ് വളരുന്നത്? അല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ നമ്മുടെ വിശ്വാസങ്ങളെ പിന്തുടർന്നു പോകുന്നവർ ഇത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് എത്തിയാൽ അവർക്കും ഈ മരണാനന്തര കർമ്മക്രിയകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മളെപ്പോഴും വിശകലനം ചെയ്യുന്നത് നമ്മുടെ യുക്തിക്ക് വെച്ചിട്ട്. ഇവിടെ വളരെ സിമ്പിളാണ് കാര്യം. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അപ്പം ഈ തോന്നലിനെ എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എന്നെങ്കിലും എൻ്റെ പ്രശ്നം മാറും. അതെ. അപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു മോശപ്പെട്ട ആളാണെന്ന് ധരിക്കുന്നു. ഈ രോഹിതിനെ കാണുമ്പോൾ എനിക്ക് വയലൻ്റാണ്. അപ്പോൾ അവിടെ എനിക്ക് വേണമെങ്കിൽ മരുന്നെടുക്കാം. അപ്പം ഞാൻ ഡൗൺ ആവും. പിന്നീട് രോഹിത് അങ്ങനെയല്ല, നല്ല ആളാണെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടും. പിന്നെ നിങ്ങൾ വയലൻ്റ് ആവുന്നില്ല, ഞാൻ വയലൻ്റ് ആവുന്നില്ല. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ അറിയുന്നതിലുപരി നിങ്ങൾ ചിലപ്പോൾ നല്ല ആളായിരിക്കും, ചിലപ്പോൾ ഭയങ്കര മോശപ്പെട്ട ആളായിരിക്കും. ഇതൊന്നും അല്ല അവിടെ. എൻ്റെ ഉള്ളിലെ ധാരണ മാറിയാൽ ഇത് മാറും. എൻ്റെ പ്രശ്നം മാറി. നിങ്ങളെ കാണുമ്പോൾ ഞാൻ വയലൻ്റ് ആവുന്നില്ല. ഇങ്ങനെയാണ് ഈ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ നോക്കി കാണേണ്ടത്. ഇപ്പോൾ പ്രേതം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ, ഇതിനേക്കാൾ ഉപരി ഇത് എൻ്റെ ഉള്ളിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ മാറ്റാം, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഉണ്ടോ എങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എനിക്കിത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതെങ്ങനെ മാറ്റാമെന്നുള്ളതാണ് വിഷയം. അപ്പോൾ പലപ്പോഴും 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടെന്നുള്ള രീതി പോകേണ്ടി വരുന്നത്. ഒന്ന്, ഇങ്ങനെ ശരീരത്തിൽ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പേഴ്സണൽ വീഡിയോസ് ആയിട്ട് നമുക്ക് യൂട്യൂബിലൊന്നും പരസ്യമായിട്ട് അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞവരുടെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എങ്ങനെ ഇടണം, ഇത് ആളുകൾക്ക് മനസ്സിലാവണം ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്. പല വീഡിയോസിലും ഇവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഈ സാധനം വന്ന് പറയുന്നത്. ഈ മരിച്ചുപോയ ആളുകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ ജീവിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നു ഈ വ്യക്തിക്ക് അറിയത്തേ ഇല്ല. ലേൺഡ് സ്കില്ല് പറയുന്നു, പുരുഷ സൂക്തം ചൊല്ലുക. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ സാധാരണ സ്ത്രീക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, വേറെ മതമായിരിക്കും. പക്ഷേ ഇതുപോലെ ചൊല്ലുന്ന അവസ്ഥ. ഈ ലേൺഡ് സ്കില്ല് എങ്ങനെ പഠിക്കുന്നു? അപ്പോൾ അങ്ങേക്ക് മാനസിക രോഗം വന്ന പുരുഷസൂക്തം തെറ്റായി ചൊല്ലാൻ പറ്റുമോ? ലേൺഡ് സ്കില്ല്. ഈ ആൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരീരത്ത് വന്നിട്ട് തമിഴ് അറിയാത്ത ആൾ നല്ല രീതിയിൽ തമിഴ് സംസാരിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഞാൻ അപ്പം ചോദിക്കുകയാണ്, ഈ മറ്റേ ആളിനോട് ചോദിക്കുകയാണ്, ഇത് ആരാന്ന് മനസ്സിലായി? അപ്പോൾ ചോദിക്കും ആരെന്ന് നോക്കുമ്പോൾ, ഉനക്ക് தெரியாதா എൻ കയ്യാലെ ഭക്ഷണം സമ്മതിച്ച് എത്രയോ ദിവസം തന്നിരിക്കുന്നു, നിനക്ക് എന്നെ മനസ്സിലായില്ല ഇതുവരെ ഇത്ര സംസാരിച്ചിട്ടും? ഇയാളുടെ ഭാര്യയിലാണ് വന്നിരിക്കുന്നത്. അപ്പം മറ്റേ ആളിനോട് ചോദിക്കുവാണ്, മറ്റേ ആൾ ചോദിക്കുകയാണ്, ഓ സിറ്റിയാ, എൻ്റെ അമ്മയുടെ സഹോദരിയാണോ ആക്സിഡൻറ്റിൽ മരിച്ചുപോയ? ആമാടാ, ഇതൊക്കെ ഇപ്പോൾ ഡൗട്ട് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ഇയാളുടെയൊക്കെ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ചോദിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ, പണ്ടത്തെ ഈ സ്ത്രീക്ക് അറിയാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. എതുക്കടാ இந்த மாதிரிയെല്ലാം പേച്ചേ, നീ വീട്ടിൽ വന്ന ഫാഷൻ TV ഫുള്ളാ കണ്ടിട്ട് പക്ക. അന്ന് ഫാഷൻ TV ഉള്ളു, ഇവൻ വന്ന് എന്നും ഫാഷൻ TV കാണുന്നത്. അന്ന് പയ്യനായിരുന്നപ്പോ പക്കയാണ്, കൺഫേമാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഇല്ലേ?
ഇനി പോട്ടെ, ഇനി ഇത് ഉണ്ട് പോലും ഇല്ല പോലും നമ്മൾ അതിനെക്കുറിച്ച് അടി ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഉണ്ടെന്നും ഇത് പോകണമെന്നും എന്നുള്ള രീതിയിൽ പോയി എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്താലേ ഉള്ള പ്രശ്നമാണ്. അതെ, മണിച്ചിത്രത്താഴ് സിനിമ എന്തോ പറയും, വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണത്. അപ്പൊ ഇങ്ങനൊരു ബാധ ഉണ്ടെന്നും അത് പോയി എന്ന് തോന്നുന്നുണ്ടാക്കുക. ഇനി ആലോചിച്ച് നോക്കി, സണ്ണി ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടൊക്കെ ഏത് അവതരിപ്പിക്കുന്നത്, എന്ത് മന്ത്രവാദ കളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ സണ്ണി ഇല്ലെങ്കിലും ആ തിലകനെ വിളിച്ച് പൂജ കഴിച്ചാൽ അത് മാറും. അതിനുള്ള തെളിവാണ് തിലകന്റെ ക്യാരക്ടർ ഇതിനകത്തിലേക്ക് വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം. ഇവിടെ ഒരു മരണം നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അയാൾക്ക് ഇതെല്ലാം അറിയാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. പലരും നോട്ട് ചെയ്യാത്തൊരു സംഗതിയാണ്. സിനിമയുടെ കാര്യമാണെങ്കിലും ബ്രില്യൻ്റ് ആണ് ആ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ കാരണം, രണ്ടുപേര് വരുന്നുണ്ട് ഈ ചാർട്ടുമായിട്ട്. ഇപ്പം തിരുമേനി തന്നു വിട്ട ചാർത്താണ്. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഇവിടെ നിന്നൊന്നും കഴിക്കില്ലെന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് വിഷത്തിന്റെ കുപ്പി കിട്ടുന്നത് മോഹൻലാൽ. മനസ്സിലായി. അതിന്റെ അർത്ഥം എന്തോ, അവിടെ നിന്നൊന്നും കഴിക്കില്ല, അവർ ഇതുപോലെ ചായക്കകത്ത് വല്ലതും വിഷം ഇട്ട് തരുന്ന മാനസിക രോഗികൾ ഉണ്ടാവും എന്നുള്ള അയാൾക്ക് അറിയാവുന്നല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഒരു മോഹൻലാൽ ഇല്ലെങ്കിൽ ഇത് മാറിയാലും. അപ്പൊ ഇവിടെ പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഇതെല്ലാം. അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു സംഭവം ഉണ്ട്. ഈ തിലകൻ പറഞ്ഞാലേ നെടുമുടി വേണുവിന്റെ കഥാപാത്രവും മറ്റുള്ളവരും കേൾക്കുള്ളൂ, സണ്ണി പറഞ്ഞാലേ സുരേഷ് ഗോപിയുടെ കഥാപാത്രം കേൾക്കുള്ളൂ. രണ്ട് ടൈപ്പ് ഓഫ് ആളുകളെ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അപ്പൊ ശരിക്കും ഇതിനകത്തില് സൈക്കോളജിക്കലി വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ താന്ത്രിക സംവിധാനത്തിലുള്ള ആചാര്യന്മാർ വളരെ ആഴത്തിൽ, വളരെ ഡെപ്തിൽ മൈൻഡിനെ പഠിച്ചിരിക്കുന്നു. അതാണ് മോഹൻലാൽ പറയുന്നത്, തിരുമേനിയോളം മനസ്സിനെ അടുത്തറിഞ്ഞിട്ടുള്ള ആളുകളെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ കാണുന്നതെന്ന് മോഹൻലാൽ പറയണമെങ്കിൽ ചുമ്മാതല്ലത്, ഇത് സത്യമുണ്ട്. അപ്പൊ പറയും നമ്മൾ സിനിമാക്കാരെയാണ്. മറ്റേതൊക്കെ പറയുമ്പോൾ അത് സയൻസ് ആണെന്ന് പറയും. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എടുക്കുന്നത്. പക്ഷെ എടുക്കുമ്പോൾ എല്ലാം എടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ശരിക്കും ഇത് അതാ പറഞ്ഞത്, നമ്മൾ ഒന്നിൻ്റെയും ബലിയാടാവേണ്ട കാര്യമൊന്നുമില്ല. ഒരാശയത്തിന് സൈക്കോളജിയോ സയൻസോ തന്ത്രമോ മന്ത്രമോ കുന്ത്രം മന്ത്രമൊന്നും അറിയില്ലടാ. നമ്മൾ ഈ വേണ്ട സംഭവങ്ങൾ എല്ലാത്തിനും എടുത്തിട്ട് ക്ലബ് ചെയ്തിട്ട് ആളുകളുടെ സൗഖ്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സമൂഹത്തിന് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്, പുതിയ പ്രശ്നങ്ങളല്ല. ഇനി മറ്റേ വിളിച്ചാടുന്ന് ഞാൻ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഏതെങ്കിലും ആറ്റിൽ നിന്നൊരു കല്ല് കൊണ്ടുവന്ന് വീടിന്റെ കന്നിമൂലയിൽ വെച്ചിട്ട് അത് ഈ പറയുന്ന ആളാണെന്ന് സങ്കല്പിച്ച് ആരാധിച്ചോളാം. ഏത് നമ്മൾ ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പ്രേക്ഷകൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് അദ്ദേഹം ഒരാളുടെ കൂടെ കൂട്ടുപോയതാ. അപ്പോഴാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു കുട്ടി അബോഷനായി പോയത്, അതിന്റെ ബാധാഉദരവും മാറ്റി എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു സൗഖ്യം കിട്ടത്തില്ലേ? അത് മതി കയറി പോകാനാണ്. പിന്നെ അവർക്ക് നമ്മൾ ആണെങ്കിൽ അവർക്ക് പിന്നെ പ്രശ്നം പൂജ ചെയ്യുന്നിടത്ത് അവര് ഇത് ആളുകൾക്ക് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള മാത്രമേ ഇതിനകത്ത് വിഷയമുള്ളൂ. അതെ, അത് മാത്രമേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇതിലെല്ലാവരും ചീത്ത വിളിക്കുന്നത്. സൗഖ്യമൊക്കെ എല്ലാവർക്കും വേണം, വേണ്ടതല്ല. ഈ പറഞ്ഞ കൂട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെ കൊണ്ട് പിന്നെ പേടിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു. അവർ ഡിപ്പെൻഡബിൾ ആകുന്നു. ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ട് ഇതിനകത്തൊരു പ്രശ്നം. ആളുകൾ പറഞ്ഞ കാര്യമുണ്ട്, ഈ താന്ത്രികം ഈ സംവിധാനങ്ങൾക്ക് ഒരു പ്രശ്നം. ആളുകൾ പിന്നെ ഈ മന്ത്രവാദികളിലോ ജ്യോത്സ്യന്മാരിലോ ഒക്കെ ഡിപ്പെൻഡബിൾ ആവുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ വേണ്ടി വരുന്നു. മനസ്സിലായോ? അവർ ഇൻഡിപെൻഡന്റ് ആക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മനസ്സിലായി. അത് മാത്രമുള്ള ഇതിനകത്തൊരു പ്രശ്നം. അത് ഒഴിവാക്കിക്കൊണ്ട് ഇത് ചെയ്യാമെങ്കിൽ നല്ല കാര്യം. ആളുകൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റണം. നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ആളുകൾക്ക് പിന്നെ നമ്മളെ തിരക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പൂജാരി, അല്ലെങ്കിൽ ഒരു സംവിധാനം. അങ്ങനെയല്ല, സ്വന്തമായിട്ട് ആളുകൾക്ക് അഫർമേഷൻസും ഒക്കെ ഉപയോഗിച്ച് സ്വന്തം പേഴ്സണാലിറ്റി സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. ഈ ദേവതയെ ഉപാസിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉള്ള പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നല്ല പരിപാടിയാണ്, ഇല്ലെങ്കിൽ ഇത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു.